അധ്യായം 16 ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 17 വേഴ്സ് 16. 17-16 എഴുതൊരു ഭാഷ. ആ ഫിലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുൻപോട്ട് വന്നു നിന്നു. വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ്. നിങ്ങളുടെ ബൈബിളെല്ലാം ചോദിക്കാം. വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ്. സൺഡേ സ്കൂൾ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. അവിടെ ഒരു ദാവീദുണ്ട്, 5 കല്ലുണ്ട്, ഒരു ശൗചാലയമുണ്ട്. വളരെ നന്നായിട്ട് ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുള്ള, ഞാൻ പറയാറുണ്ട്, ഉപദേശിമാരെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ദാവീദും ഗോലിയാത്തും. അവൻ ഏത് സങ്കീർത്തനം എടുത്താലും ഈ ഒരു സബ്ജക്റ്റ് കൂടെ കടന്നു പോകാൻ സാധിക്കും. ദാവീദിന്റെ സങ്കീർത്തനം എടുക്കുമ്പോൾ പോകാൻ സാധിക്കത്തില്ല. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ നന്നായിട്ട് അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ തോന്നി, ഇതിനകത്ത് ഇനി എന്നാ പ്രസംഗം കേൾക്കാനാ. ഒരുപാട് നമുക്കറിയാവുന്ന ഒരു പദമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, ഇതുവരെ കേൾക്കാത്തൊരു ദൈവശബ്ദം ഇതിനകത്ത് ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിച്ചു. വചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം വചനത്തിന്റെ ആഴങ്ങൾ. ഒരു വാക്യം 100 ദേവദാസന്മാർ പ്രസംഗിച്ചാൽ 100 മെസ്സേജ് ആയിരിക്കും. കാര്യം അത്രയും ഡീപ്പായിട്ടുള്ളതാണ് ദൈവത്തിന്റെ തിരുവചനം എന്ന് പറയുന്നത്. സ്തോത്രം. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ലോകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് ബൈബിളാണ്. ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ള പ്രിന്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് ബൈബിളാണ്. ഈ ബൈബിളിന്റെ പ്രത്യേകത അത്ര ആഴമേറിയതാണ്. സൺഡേ സ്കൂൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുഞ്ഞും ഈ ബൈബിളിൽ നിന്നാണ് പഠിക്കുന്നത്. 5th സ്റ്റാൻഡേർഡ് സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞും ഈ ബൈബിളിൽ നിന്നാണ് പഠിക്കുന്നത്. 10th സ്റ്റാൻഡേർഡ് യൂത്ത് ക്ലാസ് പഠിക്കുന്നവരും ഈ ബൈബിളിൽ നിന്നാണ് പഠിക്കുന്നത്. ബൈബിൾ കോളേജിൽ പോയാൽ തുടങ്ങുന്ന CTH എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ഡിഗ്രി പഠിക്കുന്നവരും ഈ ബൈബിൾ കേവലം ഈ ഒരു ടെക്സ്റ്റിൽ നിന്നാണ് പഠിക്കുന്നത്. അത് GTH പഠിച്ചാലും BTH പഠിച്ചാലും MDH പഠിച്ചാലും MDU പഠിച്ചാലും PhD എടുക്കുന്നവർ വരെ പഠിച്ചിരിക്കുന്ന ഈ ഒറ്റ ബൈബിൾ ഒറ്റ ടെക്സ്റ്റിൽ നിന്നാണ്. അത്ര ആഴമേറിയതാണ്. ആകയാൽ ഇന്ന് പകൽ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാൽ ഇന്ന് നിങ്ങൾക്കുള്ള ദൈവശബ്ദം രാത്രി പരിശുദ്ധാത്മാവ് ഇടപെട്ടിരിക്കും. അതിനാമീൻ പറയുന്നവർക്കായി ഞാൻ എല്ലാ കണ്ണുകളോടെ ചുരുമിഷം പ്രാർത്ഥിച്ചാണ്. ചൂടമന രേഖനക ശാന്തന റബൽ പോക പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഔദാര്യം ചോദിക്കാൻ വന്ന ദാസന്മാരല്ല, അവകാശത്തിനർഹരായ മക്കളാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഹൃദ്യമായി ഇടപെടണമേ കർത്താവേ. ഈ വായിച്ച വചനത്തെ അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. ഈ വചനത്തിൽ ദൈവാത്മാവ് സംസാരിക്കണമേ, ദൈവശബ്ദം രാത്രി ഞങ്ങളെ കേൾപ്പിക്കണമേ. മുന്നിൽ വ്യാപരിക്കുന്ന സകല പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച അതിൽ ക്ഷേമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ വാക്കുതരുന്ന സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കും. ദൈവം ഞങ്ങളെ പ്രാർത്ഥന കേൾപ്പിക്കുക. നന്ദി പറയുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. വായിച്ച വചനം, ആ ഫിലിസ്ത്യൻ, ശത്രുവായ ഫിലിസ്ത്യൻ 40 രാവും പകലും സ്തോത്രം മുടങ്ങാതെ മുന്നോട്ട് വന്ന്, നിങ്ങൾക്കറിയാം 40 രാവും പകലുമായി സ്തോത്രം ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു ഗോലിയാത്തും അവന്റെ സൈന്യത്തെയുമാണ് ഇവിടെ കാണുന്നത്. 40 രാവും പകലുമായിട്ടും ഇവിടെ ഇസ്രായേൽ മക്കൾ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രഥമ രാജാവായി ശൗൽ രാജാവ് ഉൾപ്പെടുന്ന മഹാസൈന്യം, സൈന്യം എന്ന് പറഞ്ഞാൽ വാർത്തം ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന, ദൈവത്തിന്റെ സ്വന്തം സൈന്യമെന്ന, ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ സ്വന്തം സൈന്യം. ഇസ്രായേലിന്റെ പ്രഥമ രാജാവായ ശൗൽ രാജാവ് ഉൾപ്പെടുന്ന ദൈവത്തിന്റെ സേന മുഴുവൻ 40 രാവും പകലുമായി ഒരു ഫിലിസ്തീനെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, പേരുകൊണ്ട് ദൈവമക്കളെന്ന പേരുകൊണ്ടൊന്നും അർത്ഥമില്ല. അവൻ മുമ്പിൽ വെല്ലുവിളികൾ വരുമ്പോൾ അവിടെയാ ഞാനും നിങ്ങളും ആരാന്ന് തെളിയിക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. സൈന്യം വന്ന, ദൈവത്തിന്റെ സ്വന്തം സൈന്യം വന്ന, പക്ഷേ ഒരു ജാതീയ മല്ലന്റെ മുമ്പിൽ 40 രാവും പകലുമായി അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർ 40 രാവും പകലുമായി അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു വിഷയം, 40 ദിവസമായി ദീർഘനാളുകളായി ആ വിഷയത്തെ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ അവിടെ ഒരു അവൻ ചെറിയ പയ്യൻ, ബാലനായ ദാവീദ് കടന്നു വരുന്നു. അവൻ ചെറിയ പയ്യനാണ്, അവൻ ബാലനായ പയ്യനാണ്. ദാവീദിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദാവീദ് ഇവിടെ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടെന്നോ, ഇവിടെ ഇങ്ങനെ ഒരു ഗോലിയാത്ത് ഉണ്ടെന്നോ ഇതൊന്നും അറിഞ്ഞിട്ടല്ല വരുന്നത്. ഒരു പകൽ അപ്പൻ ദാവീദിനെ വിളിച്ചു പറഞ്ഞു, അവൻ നിന്റെ സഹോദരൻ
നിന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ഇസ്രായേൽ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന, പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന നിന്റെ സൈന്യന്മാരുടെ അടുക്കൽ പോയി, നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ പോയി അവിടെ ക്ഷേമം അന്വേഷിപ്പാൻ, അവരെങ്ങനെ ആയിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ അന്വേഷിപ്പാൻ അപ്പൻ അയക്കുകയാണ്. ആഹാര പദാർത്ഥങ്ങൾക്ക് കൊടുത്ത് സ്വന്തം സഹോദരന്മാരുടെ ക്ഷേമം അറിയുവാൻ തക്കവണ്ണം ദാവീദ് അവിടെ വരികയാണ്. ദാവീദ് ഇവിടെ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടെന്നോ, ഇവിടെ ഭയങ്കര 40 രാമപകലുമായിട്ട് ഈ ജനം മുഴുവൻ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും ദാവീദ് അറിയുന്നില്ല. ദാവീദ് ഇതൊന്നും അറിയാതെ അവിടെ വരുന്നത്. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് അവന്റെ മുമ്പിൽ പെട്ടെന്ന് ഒരു വിഷയം വരിക, അപ്രതീക്ഷിതമായി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദാവീദിന് മുമ്പിൽ ഒരു പ്രതികൂലം വരികയാണ്. അങ്ങനെ ഇന്ന് രാത്രി 2 വിഷയങ്ങളെ ദൈവാത്മാവ് തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദീർഘനാളുകളായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തിന്റെ വിഷയങ്ങൾ. 2, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട ചില പ്രതികൂലങ്ങൾ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് 40 രാവും പകലുമായി ഈ വിഷയത്തെ അവർ ഫേസ് ചെയ്യുകയാണ്. പക്ഷെ ദാവീദിനെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു വിഷയം അവന്റെ മുമ്പിൽ വരികയാണ്. അങ്ങനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ മെസ്സേജിന്റെ പ്രാരംഭ സമയം ഇങ്ങനെ പറയുന്നു, ദീർഘനാളുകളായി നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ. 2, അൺഎക്സ്പെക്റ്റഡ് ആയി, അപ്രതീക്ഷിതമായി, പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതികൂലങ്ങൾ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസിക്കുമെങ്കിൽ ഈ 2 കെട്ടും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകുമെന്ന്. ദീർഘനാളുകളായി നിന്നെ മുന്നോട്ട് വിടാതെ അസ്വസ്ഥമാക്കി നിൽക്കുന്ന പൈശാചിക പോരുകൾ, പിശാചിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകുന്ന രാത്രിയാണ്. അപ്രതീക്ഷിതമായി നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്നലകളിൽ നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചു എന്ന പ്രതികൂലങ്ങളെ നോക്കി ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇന്ന് രാത്രി അതിന്റെ മീതെ യഹോവ നിശ്ചയമായി ഒരു ജയക്കൊടി ഉയർത്തുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്ന രാത്രിയാ. അത് വിശ്വസിക്കുന്നവർ മാത്രം ആ 2 കരവും അടിച്ച് യേശു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയിക്കാൻ വിളിക്കപ്പെട്ട എല്ലായ്പ്പോഴും പൂർണ്ണ ജയാളിയാക്കുവാൻ വിളിക്കപ്പെട്ട ജനത്തിന്റെ മുമ്പിൽ യോജിച്ചു ചെയ്യുന്ന സകല പോരുകളെയും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ സമീപിച്ച് നമ്മളെ കുറിച്ച് ബൈബിൾ പറയുന്ന ജയിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ജയത്തിൽ നിൽക്കുന്നവരെന്ന തിരുവചനം പറയുന്നത്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ പൂർണ്ണ ജയാളികളാക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. തോൽക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ജയിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഈ 2 വിഷയങ്ങളുടെ പേരും അല്പസമയം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ പൂർണ്ണ ജയം ഏറ്റെടുക്കുന്നത് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളുടെ പേരും ഇന്ന് രാത്രി എന്റെ ദൈവം ജയം തരുന്ന രാത്രിയാണ്. ആമേൻ. ഈ ജനം ജയിക്കുവാൻ തക്കവണ്ണം ഈ വിഷയങ്ങളുടെ മേൽ ജയക്കൊടി പാർപ്പിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ, ഈ ഭാഗം പഠിക്കുമ്പോൾ അവൻ 5 കാര്യങ്ങൾ ചെയ്തതായിട്ട് വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അത് ഒരുമിച്ച് ധ്യാനിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയും 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ മുമ്പിൽ ദീർഘനാളുകളായി നിന്ന ഈ പ്രശ്നവും പെട്ടെന്ന് അവിടെ മുമ്പിൽ വന്ന പ്രതികൂലവും അതിന്റെ 2 വിഷയങ്ങളുടെ മേലും അവർ യഹോവ നിസ്സി എന്ന ജയക്കൊടി ഉയർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തി. അങ്ങനെ ഈ 5 കാര്യങ്ങളൊന്ന് ധ്യാനിച്ചു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദാവീദും ഈ വിഷയത്തെ ജയിപ്പാൻ തക്കവണ്ണം 5 കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത് ദാവീദിന്റെ കാര്യം, അതിന് 26-ാമത്തെ വാക്യം വായിക്കാം. അതിന് 26-ാമത്തെ വാക്യം. അപ്പോൾ ദാവീദ് നിൽക്കുന്നവരോട് ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയുന്നവനെ കൊടുക്കും, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞു. ദാവീദിന്റെ ഒന്നാമത്തെ കാര്യം ദാവീദ് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ഗോലിയാത്തിന്റെ സൈഡ് ദാവീദ് നോക്കാനേ പോയില്ല. ആ സൈഡ് നോക്കാനേ പോയില്ല. അവന്റെ ബലം നോക്കാൻ പോയില്ല, അവന്റെ വലിപ്പം നോക്കാൻ പോയില്ല, അവന്റെ മഹാസൈന്യത്തെ നോക്കാൻ പോയില്ല. അവൻ വളരെ കൂളായിട്ട് നിന്നുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ സേന നിന്ദിപ്പാൻ. ഞാൻ പറയും, ആ സൈഡ് ശത്രുവിന്റെ സൈഡ് ദാവീദ് നോക്കാനേ പോയില്ല.
അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ശൗൽ രാജാവ് ദാവീദിനോട് പറഞ്ഞൊരു പദമുണ്ട്, ദാവീദേ നീ ബാലന, പക്ഷെ ഗോലിയാത്ത് ബാല്യം മുതൽ യോദ്ധാവാ. അവന്റെ കയ്യിൽ വാളുണ്ട്, വേരുണ്ട്, കുന്തമുണ്ട്, ഇത്രയടി ഹൈറ്റ് ഉണ്ട്, അവന് മഹാസൈന്യമുണ്ട്. അവൻ പറയുന്ന വാക്കുകൾ, ശൗൽ രാജാവ് പറയുന്ന വാക്കുകൾ അല്പസമയം കഴിയുമ്പോഴും കാണുവാൻ സാധിക്കും. അതിന്റെ അർത്ഥം, ഈ ശൗലിനെയും ദാവീദിനെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇരുവരും ഒരേ അഭിഷേകത്താൽ നിറയപ്പെട്ടവരാ. രണ്ടുപേരുടെ മേലും രാജകീയ അഭിഷേകവും കിടപ്പുണ്ട്, പ്രവചനാഭിഷേകവും കിടപ്പുണ്ട്. ഒരേ അഭിഷേകത്താൽ നിറയപ്പെട്ട രണ്ടുപേരാ ദാവീദും ശൗലും. ഈ രണ്ടുപേർ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ച്, ദാവീദ് പറയുക, ആമേൻ, നിൽക്കുന്ന പ്രതികൂലമല്ല വലുത്, നിൽക്കുന്ന ശത്രുവല്ല വലുത്, ജീവനുള്ള ഒരു ദൈവമുണ്ട്. സ്തോത്രം. പക്ഷെ ശൗല മഹാരാജാവ് പറയുക, ആമേൻ, ദാവീദ് നീ ബാലന, ആമേൻ, സ്തോത്രം, അവൻ ബാല്യമുള്ള യോദ്ധാവാണ് എന്ന് പറഞ്ഞാൽ വിഷയത്തെ വലുതാക്കി 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 വലുതാക്കി, പ്രതികൂലത്തെ വലുതാക്കി 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 അവൻ ശൗൽ രാജാവ് സംസാരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഒരു പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ ദാവീദിന്റെ സൈഡാണോ അതോ ശൗലിന്റെ സൈഡാണോ? ദാവീദിന്റെ സൈഡാണെങ്കിൽ നിങ്ങൾ കൂളായിട്ട് പറയും, ഈ പ്രശ്നത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല, എനിക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട്. Praise the Lord. ശൗൽ രാജാവിന്റെ സൈഡാണെന്ന് പറയൂ, ഭയങ്കര പ്രതികൂലമാ, ഭയങ്കര പ്രശ്നമാ, ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാം എനിക്ക് പ്രതികൂലമാ, അവൻ മുമ്പിൽ വലിയ വിഷയമാ. ഡോക്ടർ അത് പറഞ്ഞു, മെഡിക്കൽ സയൻസ് അത് പറഞ്ഞു, സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിൽ വിശ്വസിച്ച ദാവീദിന്റെ സൈഡാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ രാത്രി നിങ്ങൾ വിളിച്ചു പറയും, ജീവനുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ പദമാണ്, ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ ഈ യാത്രജർമ്മിയായ ഫിലിസ്ത്യൻ ആർ. അവൻ ഇന്ന് പകൽ രാത്രി ദൈവാത്മാവിൽ നാം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, മുമ്പിലുള്ള വിഷയത്തെ വലുതായി കാണരുത്, മുമ്പിലുള്ള പ്രതികൂലത്തെ വലുതായി കാണരുത്, മുമ്പിലുള്ള രോഗത്തെ വലുതായി കാണരുത്, മുമ്പിലുള്ള പ്രശ്നങ്ങളെ വലുതായി കാണരുത്. ഇന്ന് രാത്രി നാം ദൈവത്തെ വലുതായി കാണണം. രോഗമല്ല വലുത്, പ്രതികൂലമല്ല വലുത്, പ്രശ്നമല്ല വലുത്, നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, അവിടെ ദാവീദ് പറഞ്ഞൊരു പദവിതാ, ജീവനുള്ള ദൈവത്തിന്റെ സേന. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ജീവനുള്ള ദൈവത്തിന്റെ സേനയാ. പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾ പറയുമ്പോൾ, ഞാൻ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സേനയല്ല, ജീവനുള്ള ദൈവത്തിന്റെ മക്കളാ. ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരൊറ്റ വെളിപ്പാട് മതി ഈ സൗദിയുടെ മണ്ണിൽ നീ ജയാളിയായി മാറുവാൻ. ഹല്ലേലൂയ. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകനാ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകളാ. എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്തപ്പെട്ടവനുണ്ട്. ഈ മരുഭൂമിയിലും എന്നെ നടത്തുവാൻ കഴിവുള്ള, എന്നെ വാഴിപ്പാൻ കഴിവുള്ള, എനിക്ക് വേണ്ടി വഴി നടപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു അപ്പനുണ്ടെന്നേ, ആ അപ്പന്റെ മക്കളാ നമ്മൾ. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം സഭാപ്രസംഗിയിൽ ഞാൻ സൺഡേ പ്രസംഗിച്ചപ്പോൾ എഴുതൊരു മെസ്സേജാണ്. ആമേൻ. ദൈവം എല്ലാം അതതിന്റെ സമയത്ത് ഏറ്റവും ഭംഗിയായി നന്നായി ചെയ്യുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു ടൈമുണ്ട്. സഭാപ്രസംഗിയിൽ 14 സമയങ്ങളെ കുറിച്ച് ശലോമോൻ പറയുന്നുണ്ട്. വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട്, കരയുവാനൊരു കാലമുണ്ടെങ്കിൽ ആർപ്പിടുവാനൊരു കാലമുണ്ട്, കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലമുണ്ടെങ്കിൽ അത് പെറുക്കി കളയുവാനൊരു കാലമുണ്ട്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് പറയുന്നു, എന്ന് നീ തകർന്നിരിപ്പാൻ, എന്ന് നീ തകർന്നിരിപ്പാൻ, എന്ന് നീ വേദനപ്പെട്ടിരിപ്പാൻ, എന്ന് നീ ഇല്ലായ്മയിലിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിനക്കൊരു കാലം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം ദൈവം ചെയ്യുമെന്ന്, ദൈവത്തിന്റെ സമയം ദൈവം ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ അങ്ങനെ ഒരു വാക്യം കിടപ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു, നിങ്ങൾ യാചിക്കുന്നതിന് മുന്നേ അവൻ നിങ്ങൾക്ക് നൽകി തരുവാൻ വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും, പ്രാർത്ഥിക്കണമെന്നല്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യങ്ങൾ അതതിന്റെ സമയത്ത് ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരു ദൈവം, ഒരു അപ്പൻ ഈ മരുഭൂമിയിൽ നിങ്ങൾക്കുണ്ടെന്ന് ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നിങ്ങൾ തുറന്നു പറയുക. ദൈവത്തിന്റെ
കാലങ്ങളും ദൈവത്തിന്റെ സമയങ്ങളും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. അത് ഞങ്ങൾ കഴിഞ്ഞ സമയം സഭയെടുത്തൊരു മെസ്സേജാ. ദൈവത്തിന്റെ കാലങ്ങളും സമയങ്ങളും നാം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആമേ സ്തോത്രം. ആമേ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു. ആമേ സ്തോത്രം. ആമേ കുരുകിലും കുറുപ്രാവും ആമേ സ്തോത്രം മീവൽ പക്ഷിയും ദൈവത്തിന്റെ സമയം അറിയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ആമേ ഈ വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആമേ സ്തോത്രം ആമേ നിങ്ങൾക്ക് ഒരു ആമേ കേരളക്കരയിൽ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്ത് താമസിക്കുന്ന പക്ഷികളും മൃഗങ്ങളും പറവകളൊക്കെ അവർ ചില ദിവസങ്ങൾക്ക് മുന്നമേ ഇത് സംഭവിക്കുമെന്ന് അവർ ഗ്രഹിപ്പാൻ അവർ ആ കാലം തിരിച്ചറിഞ്ഞു. അവിടെ ആ സമയം അവർ സംഭവിക്കുന്ന സമയത്ത് ഒരുവിധമുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ ആ സ്ഥലം വിട്ട് പറന്നു പോകുവാൻ ഓടിപ്പോകുവാനിടയായി. കാര്യം അതിന്റെ കാലം അറിയുന്നു. മൃഗങ്ങളും മീവൽപക്ഷിയും നാം അവയെ ചലിക്കുന്നത് മുഴുവൻ ക്ലോക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ടൈം വാച്ചിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നോക്കുന്ന എത്ര ടൈം ആയെന്ന, ഓഫീസിൽ പോകണമെങ്കിൽ ആദ്യം നോക്കുന്ന സമയം എത്ര ആയെന്ന, പ്രേരണ പോകണമെങ്കിൽ ആദ്യം നോക്കുന്ന നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ക്ലോക്ക്, ഈ വാച്ച്. പക്ഷെ ആകാശത്തില് പറവകളെ നിയന്ത്രിക്കുന്നത് പെരിഞ്ഞാറയും മീവൽപക്ഷവും കൊക്കും വാച്ച് നോക്കിയല്ല. അവർ ദൈവത്തിന്റെ കാലങ്ങളും സമയങ്ങളും തിരിച്ചറിഞ്ഞ് അവർ ദൈവത്തിന്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ഈ സമയം നോക്കി ഞാൻ പ്രവചിക്കട്ടെ. അവൻ ദൈവത്തിന്റെ കാലങ്ങളും സമയങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ കൂടെ നടപ്പാൻ ഈ സഭയെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കാലത്തിനും ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ ഓടുവാനുമല്ല, ദൈവത്തിന്റെ സമയത്തിന് പുറകെ ഓടുവാനുമല്ല, ദൈവത്തിന്റെ ഒപ്പം നടപ്പാൻ തക്കവണ്ണം ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് സഭയെ ക്ഷണിക്കുകയാണ്. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന് ഒരു സമയമുണ്ട്. അവൻ നന്നായി ചെയ്യുന്ന ദൈവമാണ്. അതതിന്റെ സമയത്ത് എന്റെ ദൈവം ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. ദൈവം അതിന്റെ സമയത്ത് ഒരു കാര്യം ചെയ്താൽ ഒരു വ്യക്തിക്കും ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല, ആർക്കും ഒരു കുറവ് പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അങ്ങനെ ചില ദൈവപ്രവൃത്തികൾ ഇതിനകത്തിരിക്കുന്നവർ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുമ്പോൾ അതിനാകെ പറഞ്ഞ് സ്വീകരിക്കാൻ കൃപയുള്ളവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അവന്റെ സർവ്വ അന്തരംഗമേ അവനെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്, 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 മറക്കരുത്. അവൻ നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ടെസ്റ്റ് മണി നാം മുന്നിൽ കൊണ്ടുവരണം. ഇന്നലെ പറയണം, ഇന്നലെ ഇതുവരെ ദൈവം നടത്തിയെങ്കിൽ മേലാലും നടത്തുവാൻ വിശ്വസ്തനാ. സ്തോത്രം. ഈ പഴയ വഴികൾ ഓർത്തോ നാം സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുള്ള സ്തോത്രം പ്രശ്നം ഉരുകി ഇല്ലാണ്ടായി തീരുവാനിടയാകും. സ്തോത്രം. അതുകൊണ്ട് കൃപ എന്നാക്കുമ്പോൾ, ആണിക്കല്ല് കയറ്റുമ്പോൾ എത്ര വലിയ മഹാപർവ്വതവും എത്ര വലിയ പ്രതികൂലവും നിന്റെ മുമ്പിൽ താണടിയായി പോകുമെന്ന് വചനം വിളിച്ചു പറയുന്നത്. നടത്തിയ വഴികൾ അത്ര ശ്രേഷ്ഠമേറിയതാ. പുറകോട്ട് നോക്കി ഓട്ടോമാറ്റിക് പറയൂ, ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതിനേക്കാൾ വലിയ പ്രതികൂലം വന്നതാ, ഇതിനേക്കാൾ വലിയ രോഗം വന്നതാ, ഇതിനേക്കാൾ വലിയ ശൂന്യത വന്നതാ. അന്ന് എന്നെ നടത്തിയൊരു ദൈവമുണ്ട്, അന്ന് എന്നെ സൗഖ്യമാക്കിയൊരു ദൈവമുണ്ട്, അന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തൊരു ദൈവമുണ്ട്. ആ ദൈവം മേലായി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രി അത് ഉറപ്പുള്ളവർ ആ കരമടിച്ച് എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ ഈ സെക്കൻഡ് വരെ, ഈ വ്യാഴാഴ്ച രാത്രി വരെ എന്നെ നടത്തിയ ദൈവം, എന്നെ വായിച്ച ദൈവം, എന്നെ സഹായിച്ച ദൈവം, എന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം, മേലായി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അധികാരം യേശുവിന്റെ നാമത്തിൽ അബ്രഹാം പറഞ്ഞു, യഹോവ ജായിലിയ. ആമേൻ. സ്തോത്രം. ഗിദെയോൻ പറഞ്ഞു, യഹോവ ശാലേമ. ആമേൻ. സ്തോത്രം. യഹോവ നിസ്സിയ. മോശെ പറഞ്ഞു, യഹോവ റാഫയ. പലരും പല വേർഡുകൾ എൻ്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബൈബിളിൽ അതിനെക്കാട്ടിലൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പദം പൗലോസ് പറഞ്ഞ പദമാണ്. പൗലോസ് പറഞ്ഞ പദമുണ്ട്, ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഇവൻ വിശ്വസ്തനാകുന്ന ദൈവമാണ്. ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. He is a faithful God. ദാവീദ് പറയാ, പണ്ട് എന്നെ വിളിപ്പിച്ച
സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും പണ്ടെന്നെ വിടുവിച്ച ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് ഈ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവമാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. മൂന്നാമത്തെ കാര്യം വായിക്കാം, 38-ാമത്തെ വാക്യം. 38-ാമത്തെ വാക്യം 38. ശൗൽ തന്റെ പടയേറ്റി ദാവീദിനെ ധരിപ്പിച്ച് അവന്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു, തന്റെ കവചവും അവനെ ഇടിവിച്ചു. പടയേറ്റിന്മേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ല, ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരി വെച്ചു. അറിയാവുന്ന കാര്യമാണ്. ദാവീദ് ഈ ഗോലിയാത്തിനെ യുദ്ധം ചെയ്യാനൊക്കെ ഇങ്ങനെ അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ ശൗൽ മഹാരാജാവ് പറഞ്ഞോടാ, എന്റെ കയ്യിൽ ഒരു കവണയും 5 കല്ലും മാത്രമല്ല, ഒരു കാര്യം ചെയ്യും, നീ എന്റെ പടച്ചട്ടയും എന്റെ വാളും എന്റെ വേലും എന്റെ ശിരസ്സും ഒക്കെ ധരിച്ചുകൊണ്ട് നീ പോയി യുദ്ധം ചെയ്യുക. ദാവീദ് അതൊക്കെ നിട്ട് നോക്കി, എന്നിട്ട് ഞാൻ തിരിച്ചു ഊരിക്കൊടുത്തോളൂ, ഇതൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. ഇനി ചിന്തിക്കാം, ഈ ദാവീദ് ശൗൽ രാജാവിന്റെ പടച്ചട്ടയും വാളും വേലും മുണ്ടും ഒക്കെ ധരിച്ചുകൊണ്ട് ശിരസ്സും ഒക്കെ ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയാലും നിശ്ചയമായിട്ടും അന്ന് ദാവീദ് തന്നെ ജയിക്കും. കാര്യം ദൈവത്തിന്റെ ടൈമിംഗ് ആണ്, ദൈവത്തിന്റെ സമയമാണ്, ദൈവത്തിന്റെ ക്രോണോസാണ്, ദൈവത്തിന്റെ ടൈമിംഗ് ആണ്, ദൈവത്തിന്റെ തക്ക സമയമാണ്. ഇസ്രായേൽ മക്കൾ വിടിവിപ്പാൻ ദൈവം 40 ദിവസത്തെ വെല്ലുവിളി വിടിവിപ്പാൻ ദൈവം വെച്ചിരുന്ന റൈറ്റ് ടൈമാണ്. ഇതെല്ലാം ഇട്ടോണ്ട് പോയി ദാവീദ് യുദ്ധത്തിൽ നിന്നാലും നിശ്ചയമായിട്ടും ദാവീദ് ജയിക്കും. ആമേൻ. രാത്രി പരിശുദ്ധാത്മാവ് ഉറപ്പ് പറയുന്നു, ഇതിനകത്ത് ചില വിഷയങ്ങളുടെ മധ്യേ നാളുകളായി സ്ട്രഗിൾ ചെയ്യുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിശ്ചയമായിട്ടും ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന രാത്രിയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പ്രവചിപ്പാൻ എന്റെ പേര് നിയോഗം വീഴുകയാണ്. ആത്മാവിടെ വരുന്നു. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ നീ കാണാത്ത തക്കവണ്ണം ഇന്ന് രാത്രി ഒരു ദൈവവൃത്തി സ്വർഗ്ഗം നിനക്ക് വേണ്ടി അയക്കുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഭയോട് പ്രവചിക്കുകയാണ്. ഇതെല്ലാം ധരിച്ചോട് യുദ്ധത്തിന് പോയാൽ ദാവീദ് തന്നെ ചെയ്യും. പക്ഷെ ഇതെല്ലാം ധരിച്ചോട് യുദ്ധത്തിന് പോയി ദാവീദ് ജയിച്ചു കഴിഞ്ഞാൽ ശൗലായ പറയണം, നിന്റെ കഴിവോ നിന്റെ വിടുക്കൊന്നും 5 കല്ലും ഒരു കവണയായിട്ട് വന്നല്ലേ, എന്റെ പടച്ചട്ട, എന്റെ വാള്, എന്റെ ശിരസ്ത്രം, ഇതൊക്കെ ഇട്ടോണ്ട് പോകേണ്ട നിനക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയതാ, അതുകൊണ്ടാണ് നീ ജയിച്ചത്. അതിന്റെ അർത്ഥം മഹത്വം മുഴുവൻ ശൗലായാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഫിലിപ്പിയർലേഖനം എടുക്കേണ്ട 2:5 ഇങ്ങനെ പദമുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. അവിടെ നിന്നുകൊണ്ട് തന്നെ പൗരസപുസ്തകം പറഞ്ഞ പദം അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുക, യേശുവിന്റെ എല്ലാ ഭാവവും നിങ്ങൾ വരണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ തന്നെ പറയുന്നു, യേശുവിന്റെ ഒരു ഭാവം മാത്രം നിങ്ങൾ വരരുത്. 100 ഉണ്ടെങ്കിൽ 99 വന്നു, പക്ഷെ ഒരെണ്ണം മാത്രം വരരുത്. കർത്താവിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കും. ദൈവം ഒരു കാര്യം ചെയ്താൽ സർവ്വജനവും പറയണം, ഇത് ദൈവമാണ് ചെയ്തത്, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ സകല ജനവും പറയണം, ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കേണ്ട. ദൈവത്തിന്റെ സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഇത് നമ്മുടെ ലൈഫിൽ വന്നാൽ അമ്പേ പരാജയമായി. ഇന്ന് കേരളക്കരയിൽ ശോഭിച്ചു നിന്ന നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു നിന്ന അനേക ദൈവദാസന്മാരുടെ വീഴ്ചയ്ക്ക് കാരണം ഒറ്റ കാര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ തൊട്ടപ്പോൾ, ഞാൻ ഇവിടെ പോയപ്പോൾ, വിളിച്ചപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ലൂസിഫർ ഇവിടെ സാത്താന്യ മേഖലകൾ ഉടലെടുപ്പാൻ തക്കവണ്ണം വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ ദൈവത്തിന്റെ മഹത്വം അവരെടുപ്പാൻ ശ്രമിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ദൈവവൃത്തി എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാനും നീയോടെ മറഞ്ഞോണം. അവിടെ ദൈവം മാത്രമേ ഉയരാവുള്ളൂ. മനുഷ്യന്റെ പേര് ഉയർന്നാൽ ദൈവത്തിന്റെ മഹത്വം പോയാൽ അതിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവായിരിക്കുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഞാനോ കുറയണം, യേശു എന്നിൽ വളരണം. ഹല്ലേലൂയ. എന്നും നമ്മുടെ നാമം ഉയരുവാൻ അനുവദിക്കരുത്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയും മഹത്വം
മുഴുവൻ ആമേ സ്തോത്രം ആമേ ശൗൽ മഹാരാജാവിന് പോകും. അതൊരു മനസ്സിലില്ല. പക്ഷെ ദാവീദ് പറയും ഇതൊന്നും ശീലിച്ചിട്ടില്ല. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആമേ സ്തോത്രം ദുരാത്മാവ് ബാധിച്ച ശൗലിന്റെ പടച്ചട്ടയിലും ശൗലിന്റെ വാളിലും ശൗലിന്റെ കുന്തത്തിലും ശിരസ്ത്രത്തിലും ഒന്നും ദുരാത്മാവ് ബാധിച്ച് ശൗലിന്റെ പടച്ചട്ടയിലൊന്നും ദാവീദ് അഭയം വെച്ചില്ല. സ്തോത്രം. ദാവീദ് പറഞ്ഞ പദമുണ്ട്, നിന്റെ പടച്ചട്ടയും നിന്റെ വാളും നിന്റെ വേലും കുന്തമൊന്നും എനിക്ക് വേണ്ട. നീ നഷ്ടപ്പെടുത്തിയ ഒരു അഭിഷേകം എന്റെ തലമേൽ കിടപ്പുണ്ട്.